മോട്ടോമിത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പിലാണ്. മക്കരപ്പറമ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണെന്ന്. നമ്മൾ നിൽക്കുന്നത് അനീസ്കയുടെ കാർലെറ്റ് ട്രൂ ചോയ്സിലാണ്. എന്തായാലും കുറച്ച് വാഹനങ്ങളുടെ വില നിലവാരവും ലോണ് കാര്യങ്ങളെല്ലാം നമുക്കിന്ന് കണ്ടു നോക്കാം. നിലവിൽ കാർലെറ്റിൻ്റെ 2 ഷോറൂമുകളിലായി 200-ലധികം വാഹനങ്ങൾ സ്റ്റോക്കുണ്ട്. എല്ലാ വാഹനങ്ങൾക്കും ഓണത്തിൻ്റെ ഓഫറുകൾ ലഭ്യമാണ്. നിങ്ങൾ ഏതൊരു ബഡ്ജറ്റുള്ള വാഹനം എടുക്കുകയാണെങ്കിൽ ഓണം ഓഫർ ലഭ്യമാണ്. ഓണത്തിൻ്റെ നല്ല കച്ചവട തിരക്കിലാണ് ഇവിടെ അനീസ്ക. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാ വാഹനങ്ങളുടെയും വിശദമായൊരു വിവരം ഇപ്പോൾ അനീസ്കയ്ക്ക് പറയാൻ സമയം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് നമുക്ക് കണ്ടു നോക്കാം. അനീസ്ക, നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് 2018 ഞാൻ മറ്റൊരു ഫിനാൻസർ ആയിരുന്നു. ആ സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതിനുശേഷം കാർലെറ്റ് ട്രൂ ചോയ്സ് എന്നുള്ള പേരിൽ ഷോറൂം പറഞ്ഞു. ഇപ്പോൾ 2 ഷോറൂം ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് അങ്ങനെ പോകുന്നു. സെക്കൻഡ് വാഹന വിപണിയിലേക്ക് ഞാൻ ഏകദേശം 2020 ശേഷമാണ് ആക്റ്റീവായിട്ട് വന്നത്. കഴിഞ്ഞ 4 വർഷത്തിൽ അത്യാവശ്യം നല്ല കസ്റ്റമർ ഡാറ്റാബേസ് ഉണ്ടാക്കാൻ സാധിച്ചു. ഒരുപാട് പേർക്ക് ഏകദേശം 4000-ഓളം വാഹനങ്ങൾ ഡെലിവർ ചെയ്തു. ഈ മാസം നമ്മൾ ഓണാണ്, നല്ല നമ്പറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഓഫർ കാര്യങ്ങളോടനുബന്ധിച്ച് അതേപോലെ ബാനർ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാർ എടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് 2 വീലർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറെ ഓഫറുകളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓണത്തിന് മാത്രമാണ് ഓഫർ ഉണ്ടാവുക? അത് എല്ലാ മാസവും നമ്മൾ ഒരു സ്പെഷ്യൽ ഓഫർ നമ്മുടെ ചാനലിന്റെ, അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ എല്ലാ മാസവും സ്പെഷ്യൽ ഓഫറുകൾ കൊടുക്കാറുണ്ട്. ഈ മാസത്തിൽ കണ്ടിന്യൂസ് എല്ലാ 30 ദിവസം ഓഫർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓണത്തോടനുബന്ധിച്ച്. എന്തായാലും നമുക്ക് കുറച്ച് വാഹനങ്ങൾ ഏകദേശം നമ്മുടെ സ്റ്റോക്ക് വരുന്ന ഒരു 300-ഓളം വാഹനങ്ങളുടെ സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. ഏത് കസ്റ്റമർ ഏത് വാഹനം ചോദിച്ചു തന്നാലും നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധനം സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഏത് സാധാരണക്കാരുടെ 2 ലാക്ക് മുതൽ ഒരു 10 ലാക്ക് വരെ ബഡ്ജറ്റിനുള്ളിൽ ഒതുങ്ങിയിട്ടുള്ള വാഹനങ്ങൾ വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്കുള്ളത്. പ്രീമിയം വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് ഇല്ല. അല്ലാത്ത രീതിയിലുള്ള എല്ലാ സെഗ്മെന്റിലും ഇരുന്ന ഹ്യുണ്ടായി ആയിക്കോട്ടെ, മാരുതി ആയിക്കോട്ടെ, ടൊയോട്ട ആയിക്കോട്ടെ, ഏത് ബ്രാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. ഏകദേശം 35-ഓളം ഓട്ടോമാറ്റിക് വാഹനങ്ങളുണ്ട്. എല്ലാം പറ്റിയ എല്ലാ വിധത്തിലുള്ള എല്ലാ വാഹനങ്ങളുണ്ട്. ഇനി നമ്മൾ അടുത്ത് വേറെ ഷോറൂം കൂടി ഉണ്ട്. നമുക്ക് ലോ ബഡ്ജറ്റ് മാത്രമായിട്ട് നമ്മൾ വേറെ ഷോറൂമിലാണ് കീപ്പ് ചെയ്യുന്നത്. ഒരു 2-2.5 ബഡ്ജറ്റിന്റെ വാഹനങ്ങൾ സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ 2 വീലറിന് 4 വീലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് നേരെ ആ ഷോറൂം പോയി കഴിഞ്ഞാൽ ഏത് വാഹനമാണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഫിനാൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും? ഇല്ല, അതിനകത്ത് 2 ടൈപ്പ് ഉണ്ട്. ഫിനാൻസ് കിട്ടുന്ന വണ്ടികളും കിട്ടാത്ത വണ്ടികളും. ഇപ്പൊ ചെറിയ അൾട്ടോ മുതലുള്ള ഏറ്റവും പഠിക്കാൻ അന്വേഷിച്ചെടുക്കുന്നവർക്ക് പറ്റിയ വാഹനങ്ങൾ, അതെ, അവർക്ക് പറ്റിയ വാഹനങ്ങളുണ്ട്. ഇനി കുറച്ച് ഒരു കിഡ്, റിനോൾട്ടിന്റെ കിഡ്, അതേപോലെ ആൾട്ടോയിറ്റിന്റെ ഡിയോണ്, ആ ടൈപ്പ് വാഹനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് മാക്സിമം ലോണും കിട്ടും. അങ്ങനത്തെ വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് കസ്റ്റമർ ഏത് വാഹനം വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊടുക്കാൻ സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കും എന്നാണ് നമ്മുടെ പ്രത്യേകത. പിന്നെ നമുക്ക് ഓൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി ഉണ്ട്, ഓൾ കേരള ഡെലിവറി ഉണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് വാഹനങ്ങൾ കുറച്ച് ചെയ്തിട്ട് കുറച്ച് ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് പുതിയ വന്നിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വാഹനങ്ങൾ നമുക്ക് വാഹനങ്ങൾ എന്തായാലും കണ്ടു. തീർച്ചയായിട്ടും ഹോണ്ട സിറ്റി 2018 മോഡൽ വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കേരള ടെന്നിന്റെ നാട്ടിലെ രജിസ്ട്രേഷൻ ആണ്. 47,000 കിലോമീറ്ററിന്റെ വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിൽ പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുള്ള ഒരു വാഹനമാണത്. ഇതിന്റെ വില വരുന്നത് നമുക്ക് ഫൈനലി 7,50,000 രൂപയ്ക്ക് വാഹനം ഫൈൻ ചെയ്ത് കൊടുക്കാം. വി എന്നുള്ള വേരിയന്റ് ആണ്. അലോയ്സ് പെട്രോൾ ആണ്. ഓട്ടോ ക്ലൈമറ്റ് AC തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുള്ള ഒരു വാഹനമാണത്. ഏകദേശം ലോണൊക്കെ കിട്ടാൻ ഒരു 7 ലക്ഷം വരെ നമുക്ക് ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. ഒരു 675-7 അടിയിൽ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. ഒരു ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ സഡാൻ വാഹനമാണെങ്കിൽ ഹോണ്ട സിറ്റി 2018 മോഡൽ എന്നീ വാഹനം. അടുത്തായിട്ടൊരു വെർണ നിൽക്കുന്നുണ്ട്. വെർണ 2013 മോഡലാണ്. KL02 കൊല്ലം രജിസ്ട്രേഷൻ എന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പാണ്. ഡീസലാണ്. EX എന്നുള്ള വേരിയന്റാണ് വരുന്നത്. ഇത് പ്രൈസിങ് വരുന്നത് 3,95,000 രൂപ, 3,80,000 രൂപയ്ക്ക് നമുക്ക് നെറ്റ് ഫൈനലായിട്ട് കൊടുക്കാം. 2013 മോഡൽ വെർണ EX ഡീസൽ എഞ്ചിനിൽ വരുന്ന വാഹനം. 1.5 ലിറ്ററിൽ വരുന്ന എഞ്ചിനാണിത്. ഏകദേശം ഒരു 15-16 റേഞ്ചിൽ മൈലേജ് കിട്ടും ഡീസലിൽ. അത്യാവശ്യം നല്ല പെർഫോമൻസ്. 70,000 രൂപ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാം. ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ വാഹനം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ കാണാൻ നല്ല വൃത്തിയുണ്ട്. അതെ, വേറെ കാര്യപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള വാഹനം. അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്ന നല്ല യാത്രാ കംഫർട്ടുള്ള ഒരു വാഹനമാണ് വെർണ എന്നുള്ള 2013 മോഡൽ ഡീസൽ വാഹനം കൂടി. CRD എഞ്ചിനിൽ വരുന്ന നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള വാഹനം. വെർണക്കൊക്കെ അത്യാവശ്യം നല്ല എൻക്വയറിയുള്ള ഒരു വാഹനമാണിത്. ടൊയോട്ട ആൾട്ടിസ്. ടൊയോട്ടയുടെ പഴയ കാലത്തൊരു രാജാവാണിത്. 2010 മോഡൽ വരുന്ന ടൊയോട്ട കൊറോള ആൾട്ടിസ്. KL11 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. മൂന്നാമത്തെ ഓണർഷിപ്പാണ്. 79,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്.
ജി പെട്രോൾ വേരിയന്റ് ചെയ്യുന്ന വാഹനമാണിത്. പെട്രോൾ ആയതുകൊണ്ട് എത്ര മൈലേജ് ഉണ്ടാവുന്നതായിട്ടുണ്ടോ? ഏകദേശം ഒരു 10-11 റേഞ്ചിൽ മാത്രം മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ പ്രീമിയം ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം. സീറ്റ് കവറും കാര്യമില്ല, സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. നല്ലൊരു ഇന്റീരിയറും കാര്യങ്ങളും, നല്ല ഇന്റീരിയർ, കമ്പനി സ്റ്റീരിയോ, അലോയ്സ്, അങ്ങനെ എന്തുകൊണ്ടും പക്ക നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണിത്. എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒരേപോലെ നല്ല രീതിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാര്യപ്പെട്ട പരിക്കും ഡാമേജും അതും വന്നിട്ടില്ല. നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം. മൈലേജ് മാത്രം നോക്കാൻ പാടില്ല. നല്ല പെർഫോമൻസ്, നല്ല യാത്രാ കംഫർട്ടുള്ള വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണിത്. പ്രൈസ് വരുന്നത് 2,80,000 രൂപയാണ് നെറ്റ് പ്രൈസ് ആയിട്ട്. 280. പിന്നെ ഒരു ഹാരിയർ അടക്കുന്നുണ്ട്. ഇത് 2021 മോഡലാണ്. ടാറ്റ ഹാരിയർ. സിംഗിൾ ഓണർഷിപ്പ് 47,000 കിലോമീറ്ററാണ് വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. എക്സം എന്നുള്ള വേരിയന്റാണ് വരുന്നത്. 13,25,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. L01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ നിന്ന് ഒരു ലോ കിലോമീറ്റർ ഓടിയുള്ള ഹാരിയർ. ഒരു കുതിരപ്പുറത്ത് പോകുന്ന ഒരു ഫീൽഡിൽ ഓടിക്കാൻ പറ്റിയ ഒരു വാഹനം ടാറ്റ ഹാരിയർ. ടാറ്റയുടെ ഇപ്പോഴത്തെ പടക്കുതിര. അതെ, പടക്കുതിര എന്ന് പറഞ്ഞാൽ നല്ല സേഫ്റ്റി ഫീച്ചറും കാര്യങ്ങളെല്ലാം ഉള്ള വാഹനം. 13,25,000 നമുക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. ഇതിൽ നമുക്ക് എത്ര വരെ ലോൺ കയറും? ഏകദേശം ഒരു 12 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം ഇറക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു SUV സെഗ്മെന്റ് വരുന്ന വാഹനമാണ് എക്കോസ്പോർട്ട്. ഡീസൽ എൻക്വയറി ഉള്ള ഒരു വാഹനമായിരിക്കും. ഏറ്റവും കൂടുതൽ എൻക്വയറി ഒരു വാഹനമാണ് എക്കോസ്പോർട്ട്. 2015 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പിൽ 85,000 കിലോമീറ്ററാണ് നിലവിൽ ഓടി. ട്രെൻഡ് എന്നുള്ള വേരിയന്റ് ആണ് വരുന്നത്. L01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനാണ് ഈ ഒരു വാഹനം വരുന്നത്. ഇത് നമുക്ക് നെറ്റ് 4,50,000 രൂപ കൊടുക്കാം. 22 കിലോമീറ്റർ നമുക്ക് ഡീസലിൽ മൈലേജ് ചെയ്യാവുന്ന ഒരു വാഹനമാണിത്. ഏകദേശം മാക്സിമം ലോൺ കയറില്ല. അപ്പോൾ ഇതിനകത്ത് മാക്സിമം 4 ലക്ഷം വരെ നമുക്ക് 4,20 വരെയൊക്കെ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ ഇതും ഒരു ചെറിയൊരു ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. ഫ്രണ്ട് ആകുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. ബേസിക് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം. മറ്റൊരു ഡീസലിൽ വരുന്നൊരു ഹോണ്ട സിറ്റി ആണ് നടക്കുന്നത്. 2015 മോഡൽ ID.Tech എഞ്ചിനിൽ വരുന്ന SV എന്നുള്ള വേരിയന്റ് വാഹനം. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1,40,000 കിലോമീറ്റർ ഓടിയുണ്ട്. KL04 ആലപ്പുഴ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണിത്. ഹോണ്ടയെ സംബന്ധിച്ചൊരു 1,45 കിലോമീറ്റർ, ഈ 1 കിലോമീറ്റർ അല്ല, ഏകദേശം 10-22 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. നല്ല യാത്രാ കംഫർട്ടുള്ള ഒരു വാഹനമാണ് ഹോണ്ട സിറ്റി. SV എന്നുള്ള വേരിയന്റ് ബേസിന്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വേരിയന്റ് ആണ്. പക്ഷേ എങ്കിലും അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയന്റിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ വില വരുന്നത് 5,75,000 രൂപയ്ക്ക് നമുക്ക് നെറ്റ് കൊടുക്കാൻ പറ്റും. 5,75,000 5,20 നമുക്ക് ലോൺ സൗകര്യം കൊടുക്കാം. 5 വർഷത്തേക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ്, ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയൊരു വാഹനമാണ് ഹോണ്ട സിറ്റി. ID.Tech എഞ്ചിനിൽ നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന വാഹനം. പിന്നെ ഫോർഡിന്റെ വാഹനം കിടക്കുന്നുണ്ട്. ഫോർഡ് ആസ്പയർ കിടക്കുന്നുണ്ട്. ടൈറ്റാനിയം എന്നുള്ള വേരിയന്റിന്റെ വാഹനമാണ്. 2016 മോഡൽ. സിംഗിൾ ഓൺഷിപ്പ് 95,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ബ്ലാക്ക് കളറിൽ അത്യാവശ്യം ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. ടൈറ്റാനിയം ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. പെട്രോൾ വരുന്ന അത്യാവശ്യം ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. ഇത് നമുക്ക് 3,60,000 രൂപ എടുക്കാം. 3,60,000 3 ലക്ഷം വരെ ലോൺ സൗകര്യം അവൈലബിൾ ആണ്. ഒരു 60,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വാഹനമാണിത്. പിന്നെ അടുത്ത് കിടക്കുന്ന ഒരു ഹോണ്ട അമേസ് കിടക്കുന്നുണ്ട്. എസ് എന്നുള്ള വേരിയന്റ് 2015 മോഡലാണിത്. സിംഗിൾ ഓണർഷിപ്പിൽ 1,20,000 കിലോമീറ്റർ KL5 കോട്ടയം രജിസ്ട്രേഷൻ ചെയ്യുന്ന വാഹനം. ഇത് നമുക്ക് 3,75 ലോൺ സൗകര്യം ഫുൾ ലോൺ അവൈലബിൾ ആണ്. 3,75 നമുക്ക് ലോൺ സൗകര്യം കൊടുക്കാൻ സാധിക്കും. ഫുൾ ലോണിൽ വാഹനം അന്വേഷിച്ച് നടക്കുന്നവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഒരു സഡാൻ വാഹനം, ഹോണ്ടയുടെ സഡാൻ വാഹനമാണിത്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു വാഹനം നിൽക്കുന്നത്. ഒരു 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. എസ് എന്ന് പറയുമ്പോൾ മിഡിൽ എന്നുള്ള ഓപ്ഷനാണ്. അത്യാവശ്യം 4 ഡോർ പവറിന്റെ AC പവർ സ്റ്റാരിംഗ്, കമ്പനി സ്റ്റീരിയോ, സെൻട്രൽ തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും അതും ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു സഡാൻ വാഹനം തന്നെയാണ്. അടുത്ത വീണ്ടും ഒരു സഡാൻ വാഹനമാണ്. മാരുതി സുസുക്കിയുടെ സഡാൻ വാഹനം. 2017 മോഡൽ വരുന്ന സ്വിഫ്റ്റ് VDI ഡീസൽ എഞ്ചിനിലെ ഒരു വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 1,10 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണിത്. നല്ല കോസ്റ്റ്ലി, അത്യാവശ്യം നല്ല പുറത്തേക്ക് നല്ലൊരു അലോയ്സ് ഒക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ആണ് വന്നിട്ടുള്ളത്. പക്ഷെ എക്സ്റ്റീരിയർ ഒക്കെ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. അത്യാവശ്യം മോഡലുണ്ട്. 17 മോഡൽ എന്നൊരു വാഹനം 5,40,000 സ്വന്തമാക്കാൻ സാധിക്കും. ഒരു 4,75 ഒരു ലോൺ അവൈലബിൾ. 4,75 നമുക്ക് ലോൺ അവൈലബിൾ ആണ്. നല്ല അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അലോയ്സ് വരുന്നുണ്ട്. പിന്നെ സീറ്റ് വർക്ക് നല്ല അഡീഷണൽ ക്വാളിറ്റിയുള്ള സീറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ്. വേറെ കാര്യപ്പെട്ട ഡാമേജ് കാര്യങ്ങളൊന്നും, പരിക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ആക്സറീസ് കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ആക്സറീസ് തന്നെയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ള. അലോയ്സ് ആയാലും പിന്നെ ഡിസ്പ്ലേ, ആൻഡ്രോയിഡ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഇതിനകത്തേക്ക് പിന്നെ അഡീഷണൽ ആക്സറീസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പെൻഡിംഗ് ഇല്ലാത്തൊരു വാഹനം. ഓടിച്ചാൽ മാത്രം മതി. ഡീസൽ 22 കിലോമീറ്റർ മൈലേജ് ലഭിക്കും.
പിന്നെ ഒരു ഹോണ്ട ജാസ് കിടക്കുന്നുണ്ട് ഡീസൽ എഞ്ചിനിൽ വരുന്ന 2015 മോഡൽ വരുന്ന വാഹനമാണിത്. സിംഗിൾ ഓണർഷിപ്പിൽ 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ID.Tech എഞ്ചിനിൽ വരുന്ന വാഹനമാണിത്. 2015 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം. ജാസ് SV എന്നുള്ള വേരിയന്റാണിത്. ബേസിന്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വേരിയന്റാണ് SV. ഇതിനകത്തും അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അലോയ്സ് ഒക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഒരു 5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും അല്ലേ? 5 ലക്ഷം ലോൺ കിട്ടുമ്പോൾ ഒരു 5.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ഫൈനലി ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് നല്ല വാഹനം തന്നെയാണ്. അതെ അതെ. I20 ഇത് 2012 മോഡലാണ്. സ്പോർട്സ് എന്നുള്ള പേരിൽ സിംഗിൾ ഓണർഷിപ്പ് വളരെ ലോ കിലോമീറ്റർ ഓടിയുള്ള വാഹനം. വെറും 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കേൽപ്പത്ത് മലപ്പുറം രജിസ്ട്രേഷൻ വാഹനമാണിത്. ഇത് നമുക്ക് 2,75,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 2,75 വളരെ ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു വാഹനം സ്വന്തമാക്കാം. ഒരു CNG ഫിറ്റ് ചെയ്ത ഒരു സ്വിഫ്റ്റ് ആണിത്. 2014 മോഡലാണ്. VXI എന്നുള്ള വേരിയന്റ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മൈലേജ് 25 20-25 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനം. ഇത് നമുക്ക് നെറ്റ് 4 ലക്ഷം രൂപക്ക് ഫൈനലി കൊടുക്കാം. ഓക്കെ. ഇതിൽ ടാറ്റ ടിയാഗോ കിടക്കുന്നുണ്ട്. XM 2018 മോഡൽ വരുന്ന വാഹനമാണിത്. സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 52,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 3,75 നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. 3,75 ഫുൾ ഓൺ അവൈലബിൾ ആണ്. സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വാഹനമാണിത്. പിന്നെ ഒരു ഐറ്റം കിടക്കുന്നുണ്ട്. 2011 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 1,35 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. 1,60 നമുക്ക് നെറ്റ് കൊടുക്കാം. 1,60,000 രൂപയ്ക്ക് 2011 മോഡൽ നല്ലൊരു ക്വാളിറ്റിയുള്ള വാഹനം കൊടുക്കാം. അങ്ങനെ ലോൺ കിട്ടുമോ? 2011 ഒരു 1 ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കാം. പിന്നെ കിടക്കുന്ന സ്വിഫ്റ്റ് I20 കിടക്കുന്നുണ്ട്. ഈ ഒരു I20 കിടക്കുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണിത്. ആസ്റ്റ എന്നുള്ള വേരിയന്റിൽ ആസ്റ്റ ഓപ്ഷനിൽ 2016 മോഡൽ വരുന്ന വാഹനം. വെറും 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 5.5 ലക്ഷം രൂപ കൊടുക്കാം. ലോൺ എത്ര കിട്ടും? ഒരു 4.25 ലോൺ കൊടുക്കാം. പിന്നെ സ്വിഫ്റ്റ് അടക്കുന്നുണ്ട്. 2010 മോഡൽ സ്വിഫ്റ്റ് ആണിത്. LXI എന്നുള്ള വേരിയന്റ് പെട്രോളാണ്. LD എന്നുള്ള വേരിയന്റ് ഡീസലില് ബേസ് മോഡൽ. ഡീസലാണ്. 1,95,000 രൂപ കൊടുക്കാം. 1,95 കൊടുക്കാം. 2015 മോഡൽ I20 സ്പോർട്സ് പെട്രോൾ പോലെ 4,60 കൊടുക്കാം. 4,60 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. സീറോ ഡൗൺ പേയ്മെന്റ് കൊടുക്കാം. സീറോ ഡൗൺ പേയ്മെന്റ്. എത്ര രൂപ EMI വരും? ഒരു 11 രൂപ റേഞ്ചിൽ EMI വരും. 11 രൂപ. പിന്നെ എത്തിയോസ് അടക്കുന്നുണ്ട്. 2012 മോഡൽ എത്തിയോസ് ആണിത്. ഇത് വരുന്നത് GD എന്നുള്ള വേരിയന്റ്. 170 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒറിജിനൽ കേരളയാണ്. കിലോമീറ്റർ എല്ലാം പ്രോപ്പർ പോയിട്ടുള്ള വാഹനമാണത്. പിന്നെ ടയോട്ട ആയതുകൊണ്ട് തന്നെ കിലോമീറ്റർ ഒന്നൊരു പ്രശ്നമല്ല. ശരിയാണ്. 3,80,000 രൂപ കൊടുക്കാം. 3,80,000 ടയോട്ടയുടെ ഒരു വാഹനം. ഡീസലാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നൊന്നും ബെറ്റർ ആയിട്ടുള്ള വാഹനങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഇഷ്ടംപോലെ വാഹനങ്ങൾ എടുക്കുന്നുണ്ട്. ആ ഏരിയ സെക്ഷൻ കിടക്കുന്ന മൊത്തം ഓട്ടോമാറ്റിക് വാഹനങ്ങളാണ്. ഫുൾ ഒരു 2-3 ഓട്ടോമാറ്റിക് കൂടി പരിചയപ്പെടുത്തി. ഓട്ടോമാറ്റിക് ഏതൊക്കെയുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓട്ടോമാറ്റിക് സെക്ഷനിൽ വരികയാണെങ്കിൽ ജാസ് എടുക്കുന്നത് ഹോണ്ട ജാസ് 2016 ആണിത്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണിത്. 5,30,000 രൂപ കൊടുക്കാം. 5,30,000 കൊടുക്കാം. 5 ലക്ഷം ലോണും കൊടുക്കാം. 30,000 രൂപ ഓട്ടോമാറ്റിക്. അതെ. പിന്നെ മൈക്രോയുടെ ഓട്ടോമാറ്റിക് ഉണ്ട്. പിന്നെ I20 ആസ്റ്റ ഓട്ടോമാറ്റിക് കിടക്കുന്നുണ്ട്. ഇത് 2018 മോഡലാണ് ആസ്റ്റ ഓട്ടോമാറ്റിക്. സെക്കൻഡ് ഓണർഷിപ്പ് 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് 6,70,000 രൂപ കൊടുക്കാം. 6,70,000 I20 ആസ്റ്റ ഓട്ടോമാറ്റിക് CVT ഗിയർബോക്സിന്റെ വാഹനമാണിത്. പിന്നെ സ്കോഡന്റെ വാഹനങ്ങൾ, റിനോൾട്ടിന്റെ വാഹനങ്ങൾ, പിന്നെ ടാറ്റയുടെ ടിയാഗോ, നെക്സോൺ, ഡാറ്റ്സൺ റെഡിഗോ, I10, ഹ്യൂണ്ടായി I10, അങ്ങനെ എല്ലാ വാഗണർ, സെലേരിയ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ഓട്ടോമാറ്റിക് വാഹനങ്ങളും സ്റ്റോക്ക് അവൈലബിൾ ആണ്. ചെറിയ വണ്ടി മുതൽ ഡാറ്റ്സന്റെ ചെറിയ വാഹനം മുതൽ വലിയ വാഹനങ്ങൾ എല്ലാ വാഹനങ്ങളും സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഏത് വാഹനം ചോദിച്ചു കഴിഞ്ഞാലും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഒരു സംശയം ചോദിക്കണം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, ബൈക്കിൽ നിന്ന് നേരിട്ട് വരുന്നവർക്ക് ബൈക്കായിട്ട് എക്സ്ചേഞ്ച് എടുക്കും. ഇങ്ങനെ ബൈക്കുമായിട്ട് എക്സ്ചേഞ്ച് എടുക്കും. ബൈക്കായിട്ട് നമുക്ക് ബൈക്ക് നമ്മൾ ഡയറക്റ്റ് എടുക്കുന്നില്ല. കാരണം എനിക്ക് ബൈക്കിന്റെ മാർക്കറ്റ് കാര്യമൊന്നും അറിയില്ല. ബൈക്ക് ഫീൽഡിലേക്ക് നമുക്ക് ഇതുവരെ പോയിട്ടില്ല. പക്ഷെ നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ ബൈക്ക് എടുക്കുന്ന ടീംസ് ഉണ്ട്. അപ്പോൾ അവരായിട്ട് കണക്ട് ചെയ്ത് ബൈക്കായിട്ടുള്ള എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ബൈക്കിന്റെ ഡീലിംഗ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കസ്റ്റമർ ചോദിക്കാറുണ്ട് നമ്മുടെ ബൈക്ക് എടുക്കുന്നുള്ളത്. അപ്പോൾ നേരെ നമ്മൾ അവരായിട്ട് കണക്ട് ചെയ്യും. ഈ ബീറ്റ് ഡീസലാണോ? ബീറ്റ് ഇത് പെട്രോൾ ആണ്. 2010 മോഡൽ ഒരു 90,000 രൂപ കൊടുക്കാൻ പറ്റിയ വാഹനമാണ്. ഫുൾ ഓപ്ഷൻ വാഹനം, എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണിത്. 90,000 രൂപയ്ക്ക് നമുക്ക് നെറ്റ് ഫൈനൽ കൊടുക്കാം. അങ്ങനെ എല്ലാ വാഹനങ്ങളും സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഏത് വാഹനങ്ങൾ ആവശ്യമുള്ളവരും നേരെ കാർലെറ്റ് ബൈ ടു ചോയ്സിലേക്ക് വരിക. എന്തായാലും അനീസിന്റെ നമ്പറും ബാക്കി ഓഫീസിലെ നമ്പറുകളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതെ, നേരിട്ട് കോൺടാക്ട് ചെയ്യാം. മാക്സിമം ലോൺ സൗകര്യം ഓൾ കേരള ഫിനാൻസ് നമുക്ക് കൊടുക്കാം. ഓൾ കേരള ഡെലിവറിയും കൊടുക്കാം. ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാം. ഒരു കസ്റ്റമർ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് വേണ്ടത് അതെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ എല്ലാ ഭാഗങ്ങളും മുക്കും മൂലയൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ വാഹനം കൊടുക്കുള്ളൂ. എടുക്കുന്ന വാഹനങ്ങൾ ഒരിക്കലും എൻ്റെ വണ്ടിയിലായല്ലോ എന്നുള്ളൊരു ടെൻഷനോട് കൂടി ഉപയോഗിക്കേണ്ട അവസ്ഥ വരാത്ത രീതിയിലുള്ള വാഹനങ്ങൾ മാത്രം നമ്മൾ ഡീലും ചെയ്യുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇങ്ങനെ നടന്നാൽ തന്നെ ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
എക്സ്ചേഞ്ച് ആണെങ്കിലും കുറച്ച് മോഡൽ കുറഞ്ഞ വാഹനങ്ങളൊക്കെ എക്സ്ചേഞ്ച് എടുക്കാൻ എടുക്കാം. എക്സ്ചേഞ്ച് എല്ലാ വാഹനങ്ങളും നമുക്ക് ഒരുവിധപ്പെട്ട മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വാഹനങ്ങളും നമുക്ക്. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. ഓക്കെ, മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എന്തായാലും കാർലെറ്റിനും അനീസ്കയ്ക്കും കുടുംബത്തിനും നല്ലൊരു ഓണാശംസകൾ. താങ്ക് യു. डाउनलोड now मोटो मित्र ऐप.